ഒരു സിനിമയ്ക്ക് നേരെ വലിയ രീതിയിലുള്ളൊരു ആക്രമണമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിലാണ് സംഭവം. ഈ സിനിമ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററിലേക്ക് ബോംബ് എറിഞ്ഞിരിക്കുകയാണ്. പെട്രോൾ ബോംബ്. എന്താണ് സംഭവം? അതായത് തിരുനെൽവേലിയിലെ അലങ്കാർ തിയേറ്റർ സിനിമ പ്രദർശിപ്പിക്കുന്ന അമരൻ എന്ന ചിത്രം പ്രദർശിപ്പിക്കുന്ന അലങ്കാർ തിയേറ്ററിന് നേരെയാണ് ഇത് കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് ആക്രമണം ഉണ്ടായത്. ബൈക്കിലെത്തിയ 2 പേർ അവർ 3 കുപ്പി പെട്രോൾ ബോംബ് എറിഞ്ഞു. ഇതാണ് വാർത്ത. അപ്പോൾ ഇതിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴാണ് കൂടുതൽ വിശദാംശങ്ങൾ മനസ്സിലാകുന്നത്. ഇത് ഈ അമരൻ എന്ന സിനിമ അറിയാമല്ലോ. അതിൽ ശിവകാർത്തികേയനും പിന്നെ സായി പല്ലവിയും മത്സരിച്ച് അഭിനയിച്ചൊരു സിനിമയാണ്. പട്ടാളക്കാരുടെ വീരകഥകൾ നിറഞ്ഞ ഒരു സിനിമയാണ്. വരട്ടെ, അതിലേക്ക് വരാം നമുക്ക്. അപ്പോൾ ഈ സിനിമ ഈ മുസ്ലിം വിഭാഗത്തെ മോശമാക്കി ചിത്രീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് SDPI ആണ്, നമ്മുടെ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ മുഖമായ SDPI ആണ് ഈ പ്രക്ഷോഭം ആദ്യം ആരംഭിച്ചത്. അപ്പോൾ അവർ ഈ സിനിമ വന്നപ്പോൾ തന്നെ ഇത് ഈ കാശ്മീരിൽ 2014 ഷോപ്പിയാന എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് തീവ്രവാദികളോട് ഏറ്റുമുട്ടി വീരമൃത്യു വരിച്ച നമ്മുടെ മേജർ മുകുന്ദ് വരദരാജൻ എന്ന് പറയുന്ന ഒരു ഉയർന്ന സൈനിക ഓഫീസറുടെ കഥയാണ് വാസ്തവത്തിൽ ഈ സിനിമ, ഈ അമരൻ എന്ന് പറയുന്ന സിനിമ. അപ്പോൾ അദ്ദേഹം അവിടെ കൊല്ലപ്പെട്ടു, ഈ വീരമൃത്യു വരിച്ചു, തീവ്രവാദികളോട് ഏറ്റുമുട്ടി തീവ്രവാദികളെ അദ്ദേഹം വധിച്ചു, ഇദ്ദേഹവും വീരമൃത്യു വരിച്ചു. അപ്പോൾ അത് ഒരു നല്ല സിനിമയായിട്ട് മുമ്പും തമിഴിൽ അത്തരം സിനിമകൾ വന്നിട്ടുണ്ടല്ലോ. മലയാളത്തിലും തമിഴിലും ഒക്കെ അല്ലെങ്കിൽ ഹിന്ദിയിലും ഒക്കെ അത്തരം സിനിമകൾ, ഈ ദേശഭക്തി തുളുമ്പുന്ന സിനിമകൾ അങ്ങനെ വരാറുണ്ട്. അതിനകത്തൊരു റൊമാൻസ് കാണും, അതിനകത്തൊരു എന്താ പറയുക, ദേശീയതയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ട് നമ്മുടെ ഈ സിനിമ പൊതുവെ അങ്ങനെയാണല്ലോ, മനുഷ്യൻ്റെ മൃദുല വികാരങ്ങളെ എന്താ പറയേണ്ട ഒരർത്ഥത്തിൽ ഒന്ന് തട്ടി ഉണർത്തി അങ്ങനെയാണല്ലോ സിനിമകളെല്ലാം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെയും അതുപോലെ. നേരത്തെ തമിഴ്നാട്ടിൽ റോജ എന്ന് പറഞ്ഞ സിനിമ വളരെ പണ്ട് ഇറങ്ങിയ 1990കളുടെ ആദ്യം 92, 93 ആ കാലത്ത് ഇറങ്ങിയ സമയത്ത് എനിക്ക് തോന്നുന്നു 93, 94 ആ പീരീഡിലാണ്. 92, 93 വർഷം ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ആ കാലത്ത് ഇറങ്ങിയതാണ് ഈ റോജ. അന്ന് റോജ ഇറങ്ങിയപ്പോഴും അതിനെതിരെ പ്രതിഷേധം ഉയർന്നു. അതുപോലെ ബോംബെ എന്ന് പറയുന്ന മണിരത്നത്തിൻ്റെ, ഈ റോജയും മണിരത്നത്തിൻ്റെ സിനിമയാണ്. ബോംബെ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോഴും വിവിധ മതവിഭാഗങ്ങളൊക്കെ പ്രതിഷേധമായിട്ട് വന്നു, ചില സംഘടനകൾ വന്നു. പിന്നെ രസം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഈ ശിവസേന നേതാവ് അന്തരിച്ച ബാൽ താക്കറെ, അദ്ദേഹത്തിൻ്റെ ഒരു സമാനമായ അദ്ദേഹത്തിനോട് രൂപസാദൃശ്യം പോലെയുള്ളൊരു കഥാപാത്രം ആ സിനിമയിലുണ്ടായിരുന്നു. പക്ഷേ സിനിമ വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോയി. ഈ എതിർപ്പൊക്കെ ഉയർന്നെങ്കിലും ആരും അങ്ങനെ തിയേറ്റർ ആക്രമിക്കുക, ബോംബെറിയുക, സ്ക്രീൻ കുത്തിക്കീറുക ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നടന്നിരുന്നില്ല അന്ന് തമിഴ്നാട്ടിൽ. പക്ഷേ ഇപ്പോൾ കിട്ടുന്ന ഈ വാർത്ത വളരെ ആശങ്ക ജനിപ്പിക്കുന്നതാണ്. കാരണം ഈ ചിത്രത്തിന് വലിയ രീതിയിൽ ജനപിന്തുണ, ജനങ്ങൾ ധാരാളം ചിത്രം കാണാൻ കയറുന്നുണ്ട്, സിനിമ കാണാൻ കയറുന്നുണ്ട്. വൻ ജനപ്രീതി ആർജിച്ചു ചെറിയൊരു സമയം കൊണ്ട് തന്നെ. വലിയ തോതിൽ നല്ല കളക്ഷൻ കിട്ടി മുന്നേറുന്നതിനിടയ്ക്കാണ് ഈ SDPI നവംബർ 8 കോയമ്പത്തൂരിൽ അവർ ശാന്തി തിയേറ്ററിന് പുറത്ത് 100ഓളം പ്രവർത്തകർ സംഘടിച്ചെത്തി ഈ സിനിമാ പ്രദർശനം തടയണം, നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തി. അത് പിന്നെ അത് ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് ഇത് ദേശീയതയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നതായതുകൊണ്ട് ഇത് എല്ലാ സ്കൂളിലും കോളേജിലും പ്രദർശിപ്പിക്കണമെന്ന് പറഞ്ഞ് BJPയും രംഗത്ത് വന്നു തമിഴ്നാട്ടിൽ. അങ്ങനെ ഈ എന്താ പറയണ്ടേ, ഇതൊക്കെ നടക്കുന്നതിനിടയ്ക്കാണ് ഈ തിയേറ്ററിലേക്ക്, അലങ്കാർ തിയേറ്ററിലേക്ക് ഇപ്പോൾ ബോംബ് എറിഞ്ഞിരിക്കുന്നത്. അത് പെട്രോൾ ബോംബാണ് എറിഞ്ഞത്, നിസ്സാരമല്ല. അപ്പോൾ ഒന്നാമതേ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടിരിക്കുന്നു. SDPI എപ്പോൾ വേണമെങ്കിലും നിരോധിക്കപ്പെടാം. ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൊണ്ട് മാത്രം ആ ഒരു പച്ചയിൽ നിലനിൽക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു കച്ചിത്തുരുമ്പിൽ പിടിച്ച് നിലനിൽക്കുകയാണ് അവർ. ഇപ്പോൾ ഈ തരത്തിലൊക്കെ പോയാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഈ മേജർ മുകുന്ദ് വരദരാജ്, അദ്ദേഹം ഹിസ്ബുൾ മുജാഹിദീൻ തീവ്രവാദികളുമായിട്ടുള്ള ഏറ്റുമുട്ടലിലാണ് കൊല്ലപ്പെട്ടത്. കാശ്മീരിനെ മോചിപ്പിച്ച് പാകിസ്ഥാനോട് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മിലിറ്റൻറ്റ് ഗ്രൂപ്പാണത്, ഒരു തീവ്രവാദ സംഘടനയാണ്.
അവരുടെ ആൾക്കാരുമായിട്ട് ആ തീവ്രവാദികളുമായിട്ട് ഏറ്റുമുട്ടിയിട്ടാണ് അദ്ദേഹം മരിച്ചത്. ഇപ്പോൾ അത് 2014 ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു ഇത് തമിഴ് സിനിമ മേഖലയിൽ എന്ത് പിന്നെ ഇത് തിരുനെൽവേലിയിലെ മേലേപ്പാളയം എന്ന് പറയുന്ന സ്ഥലത്ത് അലങ്കാർ തിയേറ്ററിലാണ് ഇത് നടന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ഇങ്ങ് തെക്കോട്ട് ചെന്നൈയിൽ നിന്നൊക്കെ ഇങ്ങ് താഴേക്ക് വന്നിരിക്കുകയാണ്, തെക്കോട്ട് വന്നിരിക്കുകയാണ്. ഈ തമിഴ് സിനിമ മേഖലയെ, തമിഴ് സിനിമ ഇൻഡസ്ട്രിയെ ഇതെങ്ങനെയെങ്കിലും ബാധിക്കുമോ? എന്താണ് ഗൗതമിന് എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? ഈ സിനിമയെ കുറിച്ച് ആദ്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ സിനിമ കണ്ടു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ സിനിമ കണ്ടത്. നല്ലൊരു സിനിമയാണ്. അതായത് കലാമൂല്യമുള്ളൊരു സിനിമയാണ്, രാജ്യസ്നേഹം ഉണർത്തുന്ന ഒരു സിനിമയാണ്. അത് നല്ല രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. രാജ് കമൽ ഫിലിം ഇന്റർനാഷണൽ ആണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് രാജ് കമൽ ഫിലിം ഇന്റർനാഷണൽ കമൽഹാസന്റെ പ്രൊഡക്ഷനാണ്. കമൽഹാസനാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. കമൽഹാസൻ നമുക്ക് അമിത്ഷായോ അല്ലെങ്കിൽ രാജ്നാഥ് സിംഗോ അല്ല, കമൽഹാസനാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുമല്ലോ. ഇതിൽ കൃത്യമായിട്ടും വിഘടനവാദത്തെ അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകരവാദത്തെ തുറന്നു കാണിച്ചിട്ടുള്ളൊരു സിനിമയാണ്. കാശ്മീരിൽ നടക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾ ഇന്ത്യൻ പട്ടാളക്കാർക്ക് എങ്ങനെയാണ് അവിടെ അത്രയും ആളുകൾ, ആ ഗ്രാമങ്ങൾ മുഴുവൻ ഇവരുടെ പിടിയിലാണ്. ഈ തീവ്രവാദികളൊന്നും വിളിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആളുകൾ വരും, സ്റ്റോൺ പെൽറ്റിംഗ് ഉണ്ടാവും. അതുകൊണ്ട് ഈ പട്ടാളക്കാർക്ക് അങ്ങോട്ട് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അത്തരം ഒരുപാട് സാഹചര്യങ്ങൾ ഇവർ കശ്മീരിൽ ഒരു ഓപ്പറേഷൻ നടത്തുമ്പം ഇവർ നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. ഇതിൻ്റെ തുടക്കകാലത്തിൽ ഇതിൻ്റെ ഒരു തുടക്കം, അതായത് ഫസ്റ്റ് ഹാഫ് ഒക്കെ തുടങ്ങുന്നതൊക്കെ ഈ ശിവകാർത്തികേയനും സായി പല്ലവിയും തമ്മിലുള്ള റൊമാൻസും അവർ തമ്മിലുള്ള എങ്ങനെയാണ് കണ്ടുമുട്ടുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നീടാണ് ഇതിൻ്റെ ഈ ഓപ്പറേഷൻ തുടങ്ങിയ കാര്യങ്ങളും ഇദ്ദേഹത്തിൻ്റെ പട്ടാള ജീവിതം യഥാർത്ഥത്തിൽ കാണിച്ചിരിക്കുന്നതൊക്കെ പിന്നീട് സെക്കൻഡ് ഹാഫിലും ഒക്കെയാണ്. അപ്പോൾ ഇതിപ്പോൾ ഈ SDPIക്ക് എന്ത് പറയാനാണ്? SDPI ഇതിലിപ്പം മുസ്ലിങ്ങളെ മോശമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. ഇതിൽ മുസ്ലിങ്ങളെ, ഈ പട്ടാളക്കാരെന്ന് പറയുന്നത് ഇതിലെ ശിവകാർത്തികേയൻ്റെ ഈ റോൾ ചെയ്തിരിക്കുന്ന അദ്ദേഹം കൃത്യമായിട്ട് അതിൽ പട്ടാളത്തിലുള്ള മുസ്ലിങ്ങളെ സഹായിക്കുന്ന, അവരോട് അനുകമ്പാപൂർവമായിട്ട് പെരുമാറുന്ന ഒരാളാണ്. ഇതിൽ അദ്ദേഹത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ മാത്രമാണ്. അപ്പോൾ ഒരിക്കലും ഭീകരതയ്ക്കെതിരെ, അതെ, വിഘടനവാദത്തിനെതിരെ മാത്രമാണ്. അല്ലാതെ മതപരമായ മുസ്ലിങ്ങളെ മോശമായിട്ട് മതപരമായ എതിർപ്പ് അദ്ദേഹം അതിനകത്ത് ആ സിനിമയിൽ എങ്ങുമേ കാണിച്ചിട്ടില്ല. കാരണം ഇതിൽ പട്ടാളക്കാരനായിട്ടുള്ള ഒരു മുസ്ലിം മരിക്കുമ്പോൾ ഖബർ അടക്കാൻ വേണ്ടിയിട്ട് ഇയാള് നിസ്കരിക്കുന്നവരെ സീൻ അതിലുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇത് മോശമായിട്ട് മുസ്ലിം വിരുദ്ധമാണ്. ഇത് വരെ അതിലുണ്ട്. മുസ്ലിം കമ്മ്യൂണിറ്റിയോട് ഈ പട്ടാളക്കാരനുള്ള സ്നേഹം, ബഹുമാനം പട്ടാളത്തിൽ, കാരണം പട്ടാളത്തിൽ ഒരുപാട് രാജ്യത്തിനെ സ്നേഹിക്കുന്ന ഒരുപാട് മുസ്ലിങ്ങൾ ഈ പട്ടാളത്തിൽ കാണിച്ചിട്ടുണ്ട്. പട്ടാളത്തിൽ സേവനം അനുഷ്ഠിക്കുന്ന ഒരുപാട് സിനിമയിലുണ്ട്. അപ്പൊ ഒരു കണക്കിനും ഇത് നഗ്നമായ രാഷ്ട്രീയ ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ടുള്ള ഒരു ഏർപ്പാടാണ് SDPIയുടെ. പക്ഷെ അത് അക്രമത്തിലേക്ക് ചെന്നിരിക്കുന്നു. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ആർക്കെതിരെയും പ്രതിഷേധിക്കാം. പ്രതിഷേധത്തിന് എന്തെങ്കിലും കാമ്പ് വേണം, അത് വേറൊരു കാര്യം. ഇതിപ്പോൾ കാമ്പില്ലെന്ന് മാത്രമല്ല, പ്രതിഷേധം അക്രമത്തിലേക്ക് ചെന്നിരിക്കുകയാണ്. ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2014 ശേഷം ഒരുപാട് ഈ നാഷണലിസവും മോദി വന്നതിന് ശേഷം രാജ്യസ്നേഹമൊക്കെ പ്രകടമാക്കുന്ന ഒരുപാട് സിനിമകളൊക്കെ റിലീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത്തവണത്തെ IFFIയിൽ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ഗോവയിൽ നടക്കുന്നത്, അവിടെ സ്വതന്ത്ര വീർ സവർക്കർ ആണ് അവിടുത്തെ ഓപ്പണിംഗ് സിനിമ. അതിനെതിരെ ഒരുപാട് പേര് പ്രതിഷേധിക്കുന്നത്. കാരണം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ ഓപ്പണിംഗ് സിനിമയായിട്ട് സ്വതന്ത്ര വീർ സവർക്കർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പലവർക്കും, പല രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരുപാട് പ്രശ്നമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഒരു പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ നയങ്ങളൊക്കെ സിനിമകളിലും. എന്താണ് അപകടം? സവർക്കർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നൽകിയ സംഭാവന എത്ര വലുതാണ്. അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിട്ട് പോലും, അദ്ദേഹം ഈശ്വരനെ അംഗീകരിക്കുന്ന ആളായിരുന്നില്ല, നിരീശ്വരവാദിയായിരുന്നു. എന്നിട്ട് പോലും അദ്ദേഹം ഈ പറയുന്ന പോലെ അദ്ദേഹം എല്ലാവരോടും പറഞ്ഞു, വരൂ, നിങ്ങൾ ഒരുമിച്ച് വന്നാൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം, ഒരുമിച്ച് മുന്നോട്ട് പോകാം. നിങ്ങൾ വന്നാലും വന്നില്ലെങ്കിലും ഞാൻ മുന്നോട്ട്, നിങ്ങൾ വരുമെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാം, നിങ്ങൾ വന്നില്ലെങ്കിലും
ഞാൻ മുന്നോട്ട് പോകും. ഇനി നിങ്ങൾ എതിർത്താൽ നിങ്ങളെ എതിർത്തുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും എന്ന് കൂടെയുള്ളവരോട് പറഞ്ഞാൽ ജാതീയതയ്ക്കെതിരെ പോരാടിയ ആളാണ്. ഈശ്വര വിശ്വാസിയല്ല. ഇങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങളും RSSകാർക്കിടയിലെ കമ്മ്യൂണിസ്റ്റ് ആണ് സവർക്കർ എന്ന ആക്ഷേപമൊക്കെ അല്ല. അന്ന് സവർക്കർ ഈ പ്രവർത്തിച്ചു തുടങ്ങുന്ന കാലത്ത് RSS വളരെ എന്താ പറയുക ബാല്യമാണ്. അതിൻ്റെ RSSന്റെ ബാല്യകാലമാണ്. RSS ഒരു വലിയ സംഘടനയൊന്നും ആയിട്ടില്ല ഇന്ത്യയിൽ. ഇരിക്കട്ടെ, നമുക്ക് മേജർ മുകുന്ദിലേക്ക് തിരിച്ചു വരാം. മേജർ മുകുന്ദ് ഇപ്പം തന്നെ നല്ല ക്രിട്ടിക്കൽ അക്ലെയിം ഒക്കെ കിട്ടി വളരെ നല്ല രീതിയിൽ മുന്നേറുന്ന ഒരു സിനിമയാണ് അമരൻ. അതിനെയൊക്കെ അമരൻ അപ്പോൾ അതിനെയൊക്കെ തുരങ്കം വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഈ പ്രവർത്തനം. ഇനി ഏതെങ്കിലും ഈ സിനിമയെ നശിപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും ശത്രുക്കൾ SDPI ഉപയോഗിക്കുന്നതാണോ? അങ്ങനെയും സംശയിക്കാം. വേണമെങ്കിൽ സംശയിക്കാം. രാഷ്ട്രീയ കക്ഷികൾക്ക് പ്രഥമ ദൃഷ്ടിയാ വന്ന് പ്രതിഷേധിക്കാൻ പറ്റാത്തതുകൊണ്ട് SDPI ഉപയോഗിച്ച് തള്ളിവിട്ട് അങ്ങനെയും പ്രതീക്ഷിക്കാം. അതായത് മേജർ മുകുന്ദ് നല്ല ഈ അമരൻ നല്ലൊരു സിനിമയാണ്. മേജർ മുകുന്ദ് ഒരു നല്ല ക്യാരക്ടറുമാണ്. എന്തായാലും നമുക്ക് പലർക്കും അദ്ദേഹത്തെ പറ്റിയിട്ട് അറിയില്ല. ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് SDPIക്ക് ബോധമുണ്ടാകട്ടെ, തിരിച്ചറിവുണ്ടാകട്ടെ ഈ കാര്യത്തിൽ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഓക്കെ.